സിനിമയിലെത്തിയതിന്റെ 22ാം വാർഷികം ആഘോഷിക്കുകയാണ് നടി തൃഷ കൃഷ്ണൻ. ഈ സന്തോഷം പങ്കുവെച്ച് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ തൃഷ പോസ്റ്റ് ഇട്ടിരുന്നു. പിന്നാലെ ഇപ്പോൾ കേക്ക് മുറിച്ച് സന്തോഷം ആഘോഷിക്കുന്ന വീഡിയോയും പങ്കുവച്ചിരിക്കുകയാണ്. സൂര്യ നായകനാകുന്ന RJ ബാലാജിയുടെ സൂര്യ 45 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ആഘോഷം നടന്നത്. വീഡിയോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ടാണ് തൃഷ പങ്കുവച്ചിട്ടുള്ളത്. സൂര്യ തൃഷയ്ക്ക് ബൊക്കെ നൽകിയും RJ ബാലാജി തൃഷയുടെ ഹാർഡ് വർക്കിനെ കുറിച്ച് പ്രശംസിച്ചും സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും തൃഷ നന്ദി പറയുകയും ചെയ്തു. ഇന്നലെ രാത്രിയായിരുന്നു സെലിബ്രേഷൻ എന്നും തൃഷ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. സൂര്യ 45 എന്ന ചിത്രത്തിന്റെ ചില ലൊക്കേഷൻ സ്റ്റില്ലുകൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ലീക്കായിരുന്നു. ഈ ചിത്രങ്ങൾ അനുസരിച്ച് തൃഷയും സൂര്യയും ചിത്രത്തിൽ അഭിഭാഷകരായിട്ടാണ് എത്തുന്നത്. ജയ് ഭീമിന് ശേഷം സൂര്യ വീണ്ടും വക്കീൽ വേഷം ഇടുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. സൂര്യയും തൃഷയും ഒരുമിച്ചൊരു സിനിമ വീണ്ടും ചെയ്യാൻ എന്തുകൊണ്ട് ഇത്രയും വൈകി എന്ന ചോദ്യങ്ങൾ ഇടയ്ക്ക് ഉയർന്നിരുന്നു. 6 എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ഇരുവരും ഏറ്റവും ഒടുവിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത്. ആ ചിത്രം സംഭവിച്ചിട്ട് 20 വർഷങ്ങൾ കഴിഞ്ഞു. അതിനു മുൻപ് മൗനം പേശിയതെ, ആയുധ എഴുത്ത് എന്നീ ചിത്രങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ചിരുന്നുവെങ്കിലും ജോഡികളായിരുന്നില്ല. 6 വൻ ഹിറ്റായിരുന്നിട്ട് പോലും തൃഷയും സൂര്യയും വീണ്ടും ഒന്നിക്കാതിരുന്നത് പലതരത്തിലുള്ള ഗോസിപ്പുകൾക്കും വഴിയൊരുക്കിയിരുന്നു. അജിത്, വിജയ് തുടങ്ങിയവർക്കൊപ്പമെല്ലാം നിരന്തരം സിനിമ ചെയ്തുകൊണ്ടിരുന്ന തൃഷയ്ക്കും നിരവധി ഹിറ്റുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സൂര്യയ്ക്കുമിടയിൽ ഈഗോ ക്ലാഷ് ആണ് എന്ന തരത്തിലാണ് അന്ന് വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അത് ചില തമിഴ് സിനിമാ നിരൂപകർ പറഞ്ഞു പ്രചരിപ്പിച്ച കിംവദന്തികൾ മാത്രമായിരുന്നു എന്ന് ഇപ്പോൾ ഈ സിനിമയിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിക്കുന്നതിലൂടെ വ്യക്തമായി കഴിഞ്ഞു. വാസ്തവത്തിൽ സൂര്യയ്ക്കും തൃഷയ്ക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പറഞ്ഞു പ്രചരിപ്പിച്ച ഗോസിപ്പുകൾ മാത്രമായിരുന്നു എന്ന് ചുരുക്കം. AR റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൊള്ളാച്ചിയിലാണ്. നേരത്തെ RJ ബാലാജി മുക്കൂത്തി അമ്മൻ എന്ന സിനിമ സംവിധാനം ചെയ്തിരുന്നു. അതിന് സമാനമായി തൃഷയ്ക്ക് വേണ്ടി മാസാനി അമ്മൻ എന്ന പേരിലായിരുന്നു ആദ്യം ഈ സിനിമ പ്ലാൻ ചെയ്തിരുന്നത് എന്നും, എന്നാൽ പിന്നീട് സൂര്യ കാസ്റ്റിലേക്ക് വന്നപ്പോൾ സൂര്യയ്ക്ക് വേണ്ടി തിരക്കഥ മാറ്റി എഴുതുകയായിരുന്നു എന്നുമൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും സ്റ്റില്ലുകൾ ലീക്കായതോടെ മറ്റൊരു ജോണറിലുള്ള സിനിമ തന്നെയാണ് ഒരുങ്ങുന്നത് എന്നാണ് വ്യക്തമായിട്ടുള്ളത്. സൗന്ദര്യ മത്സരങ്ങളിലൂടെയും മോഡലിംഗിലൂടെയും സിനിമയിലെത്തിയ തൃഷ ജോഡി എന്ന ചിത്രത്തിൽ സിമ്രാന്റെ തോഴിയായി ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് തൃഷയുടെ ഒരു ജൈത്ര യാത്ര തന്നെയായിരുന്നു. അജിത്ത്, സൂര്യ, വിജയ് തുടങ്ങിയവർക്കൊപ്പമൊക്കെ ഹിറ്റുകൾ സൃഷ്ടിച്ചു. സൗത്ത് ഇന്ത്യൻ ക്വീൻ എന്ന വിശേഷണത്തിന് വരെ അർഹയായി. തമിഴ് സിനിമയ്ക്ക് പുറമെ തെലുങ്കിലും തൃഷ സജീവമായിരുന്നു. ഹെയ്ജൂഡ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് എത്തിയ തൃഷ ഇപ്പോൾ മോഹൻലാലിനോടൊപ്പമുള്ള റാം, ടൊവിനോ തോമസിനോടൊപ്പമുള്ള ഐഡന്റിറ്റി എന്നീ ചിത്രങ്ങളുടെ റിലീസിനായും കാക്കുകയാണ്. ഉലക നായകനോടൊപ്പമുള്ള തഗ് ലൈഫ്, അജിത്തിനോടൊപ്പമുള്ള ഗുഡ് ബാഡ് അഗ്ലി, വിടാമുയർച്ചി എന്നീ സിനിമകളും അണിയറയിൽ റിലീസിനായി തയ്യാറെടുക്കുന്നുണ്ട്.